നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ സ്കോർപിയോ അഥവാ വൃശ്ചിക രാശിക്കാർക്കുള്ളതാണ്. ഇന്ന് നമ്മൾ 2026 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വരും കാലം എങ്ങനെയായിരിക്കും, പോസിറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെ, നെഗറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ജ്യോതിഷപ്രകാരം ആകെയുള്ള 12 രാശികളിൽ 8ാമത്തെ രാശിയാണ് വൃശ്ചികം. നിങ്ങളുടെ രാശിയുടെ ഇപ്പോഴത്തെ ഗ്രഹനില പരിശോധിച്ചാൽ 4ാം സ്ഥാനത്ത് രാഹുവും 5ാം സ്ഥാനത്ത് ശനിയും 9ാം സ്ഥാനത്ത് വ്യാഴവും 10ാം സ്ഥാനത്ത് കേതുവുമാണ് നിൽക്കുന്നത്. ഇതിൽ വ്യാഴം അഥവാ ഗുരുവിന് സംഭവിക്കുന്ന മാറ്റങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളും വിശദമായി നോക്കാം. 2026 ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ രാശിയുടെ 8ാം സ്ഥാനത്ത് നിന്ന് മാറി 9ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷത്തിൽ 9ാം സ്ഥാനം എന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. ഇവിടെ വ്യാഴം വളരെ ശക്തനായ അവസ്ഥയിൽ അഥവാ ഉച്ചസ്ഥിതിയിലായിരിക്കും. 2027 ജൂലൈ മാസം വരെ, അതായത് ഏകദേശം 1 വർഷത്തോളം വ്യാഴം നിങ്ങളുടെ ഈ ഭാഗ്യസ്ഥാനത്ത് തന്നെ തുടരും. വിവാഹിതരായ വൃശ്ചിക രാശിക്കാർക്ക് കുട്ടികളുണ്ടാകാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഫാമിലി പ്ലാനിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ നൽകും. വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ നേട്ടങ്ങളുടെ സമയമാണ്. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഉപരിപഠനത്തിന് പോകാനോ PSC പോലുള്ള മറ്റ് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനോ ഉള്ള വലിയ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുക്കാം. 2027 ജൂലൈക്ക് മുൻപായി വിദ്യാർത്ഥികൾക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. ഓൺലൈനായി എന്തെങ്കിലും ജോലികളോ ബിസിനസ്സുകളോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. ആ മേഖലയിൽ നിങ്ങൾക്ക് മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിയും. 2027 ജൂലൈ മാസമാകുമ്പോൾ വ്യാഴം നിങ്ങളുടെ 9ാം സ്ഥാനത്ത് നിന്ന് മാറി 10ാം സ്ഥാനത്തേക്ക് പോകും. 2028 ജൂൺ വരെ വ്യാഴം അവിടെ തുടരും. 10ാം സ്ഥാനം എന്നത് നിങ്ങളുടെ ജോലിയെയും കർമ്മത്തെയും സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ആശയവിനിമയ ശേഷി, കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ്, മറ്റുള്ളവർക്ക് മികച്ച ഉപദേശങ്ങൾ നൽകാനുള്ള കഴിവ് എന്നിവ വളരെ മികച്ചതാകും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കും. അതൊരു പക്ഷേ പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ആകാം. നിങ്ങളുടെ സാമ്പത്തിക നില വളരെ മെച്ചപ്പെടുന്ന സമയമാണിത്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും ഒന്നിലധികം പുതിയ വഴികളിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2027 മുതൽ 2029 വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ നിർണായകവും വലിയ തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ നിങ്ങളെ സഹായിക്കുന്നതുമായ ഒരു സുവർണ കാലഘട്ടമായിരിക്കും. ജ്യോതിഷപ്രകാരം ഇപ്പോൾ ശനി നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 2027 ജൂൺ 3-ന് ശനി നിങ്ങളുടെ 5ാം സ്ഥാനത്ത് നിന്ന് മാറി 6ാം സ്ഥാനത്തേക്ക് പോകും. അതിനാൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളെല്ലാം 2027 ജൂൺ ജൂലൈ മാസങ്ങൾക്ക് മുൻപായി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനി 6ാം സ്ഥാനത്തെത്തുമ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള വലിയ അവസരങ്ങൾ തുറന്നു കിട്ടും. വിദേശത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ യാത്ര ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ്. 2027 ജൂൺ 3 മുതൽ 2029 പകുതി വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ പുതിയ വായ്പകൾ എടുക്കാൻ വലിയ സാധ്യതയുണ്ട്. പുതിയ വീടോ വസ്തുവോ വാങ്ങാനോ വാഹനമെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ആകാം ഈ വായ്പകൾ എടുക്കുന്നത്. വലിയ വാഹനങ്ങളോ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് സാധനങ്ങളോ വാങ്ങാൻ ഈ സമയം നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില സുഹൃത്തുക്കൾ കടന്നു വരും. എന്നാൽ ശ്രദ്ധിക്കുക, കൂടെ തന്നെ ചില പുതിയ ശത്രുക്കളും ഈ സമയത്തുണ്ടായേക്കാം. ജോലി സ്ഥലത്തോ പുറത്തോ ചില രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന കാര്യം 7.5 ശനിയോ കണ്ടക ശനിയോ പോലുള്ള ദോഷങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് ശനിയെ ഓർത്ത് ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കോടതി കേസുകളിലോ മറ്റ് നിയമ പ്രശ്നങ്ങളിലോ പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക്
അതിൽ നിന്നെല്ലാം പൂർണ്ണമായും പുറത്തു വരാനും ആശ്വാസം കണ്ടെത്താനും ഈ സമയത്ത് സാധിക്കും. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 8ാം സ്ഥാനത്ത് പതിക്കുന്നത് കൊണ്ട് നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നും. എങ്കിലും ചിലപ്പോൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളും മനസ്സിൽ വന്നേക്കാം. അതിനാൽ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം 12ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ വിദേശത്തേക്ക് സാധനങ്ങൾ അയക്കുന്ന ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചെറിയ ടെൻഷനുകൾ അനുഭവപ്പെടാം. വാഹന ഗതാഗതം, കൃഷി, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ചെറിയ തോതിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ നിങ്ങളുടെ രാശിയുടെ 4ാം സ്ഥാനത്ത് രാഹുവും 10ാം സ്ഥാനത്ത് കേതുവുമാണ് നിൽക്കുന്നത്. രാഹു 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സ്വന്തമായി വീടോ വസ്തുക്കളോ വാങ്ങണമെന്ന ആഗ്രഹം ഇപ്പോൾ നിങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. അതിനുവേണ്ടിയുള്ള സ്വപ്നങ്ങൾ കാണുന്ന സമയമാണിത്. കേതു ജോലിയെ സൂചിപ്പിക്കുന്ന 10ാം സ്ഥാനത്താണ്. അതുകൊണ്ട് നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് വലിയ താല്പര്യം തോന്നില്ല. പകരം ജോലി മാറാനോ പുതിയതായ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ ഉള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകും. കുടുംബത്തിൽ ചെറിയ വഴക്കുകൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം തന്നെയായിരിക്കും ഇതിന് പ്രധാന കാരണം. ദേഷ്യത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് പറയുകയും പിന്നീട് അതോർത്ത് സങ്കടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. 2026 ഡിസംബർ മുതൽ 2028 ജൂലൈ വരെ രാഹു നിങ്ങളുടെ രാശിയുടെ 3ാം സ്ഥാനത്തേക്ക് മാറും. ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. കമ്പ്യൂട്ടർ, AI, പുതിയ സാങ്കേതിക വിദ്യകൾ, ഓൺലൈൻ ജോലികൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വെറുതെ ഇരിക്കാൻ രാഹു നിങ്ങളെ അനുവദിക്കില്ല. കഠിനാധ്വാനത്തെക്കാൾ ഉപരി ബുദ്ധി ഉപയോഗിച്ച് വേഗത്തിൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. 2028 ജൂലൈ മുതൽ 2029 അവസാനം വരെ രാഹു നിങ്ങളുടെ 2ാം സ്ഥാനത്തേക്കും കേതു 8ാം സ്ഥാനത്തേക്കും മാറും. ഈ സമയത്ത് കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും വന്നേക്കാം. നിങ്ങളുടെ സംസാര രീതി കൊണ്ട് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇതേ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് വിനയാകാനും ശത്രുക്കളെ ഉണ്ടാക്കാനും കാരണമാകും. കേതു 8ാം സ്ഥാനത്ത് വരുന്നത് കൊണ്ട് ഈശ്വരവിശ്വാസവും ആത്മീയതയും നിങ്ങളിൽ വർദ്ധിക്കും. ജ്യോതിഷം പോലുള്ള നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നും. 2030 രാഹു നിങ്ങളുടെ ജന്മരാശിയിലേക്കും കേതു 7ാം സ്ഥാനത്തേക്കും മാറും. ഇതിന്റെ ഫലമായി നിങ്ങളുടെ പ്രണയബന്ധത്തിലോ വിവാഹ ജീവിതത്തിലോ ചെറിയ ഉയർച്ച താഴ്ചകളും മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ബന്ധങ്ങളിൽ പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴത്തിന്റെ മാറ്റങ്ങൾ വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ വളരെ നല്ല ഫലങ്ങളാണ് നൽകുക. അതുകൊണ്ട് തന്നെ വരുംകാലങ്ങളിൽ നിങ്ങൾക്ക് പണപരമായും ജോലി സംബന്ധമായും വലിയ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കാനും ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദിവസവും ഭക്തിയോടെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങൾ അകറ്റി കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകും. ചൊവ്വയുടെ അനുഗ്രഹത്തിനായി ചൊവ്വാ സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. എപ്പോഴും മഹാദേവനെ മനസ്സിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. വൃശ്ചിക രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.